ഗൈസ് ഗുഡ് ഈവനിങ്. നമ്മളിലെ ഇന്ന് ഒരു മീറ്റിംഗിന് പോകുന്നതാണ്. അതായത് ഇപ്പൊ രാത്രി നമ്മൾ വണ്ടി ഇറങ്ങും. എനിക്ക് അങ്കമാലിയിലേക്കാണ് പോകുന്നത്. നമുക്ക് നാളെ ഓഫീസ് മീറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ ഇപ്പോൾ അജിന്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പൊ അജി നമുക്ക് ഫുഡെല്ലാം ഡിന്നർ റെഡി ആക്കിയിട്ട് അപ്പൊ എന്താണ് ഫുഡ് നമുക്ക് കാണാം. പറഞ്ഞാല് നല്ല പച്ചരി ആറ്റിയതാണ്, മത്തി വെട്ടിച്ചതാണ്, പായ വറവാണ്, കോയക്ക വറവാണ്. ഇത് നമ്മുടെ പുതിയ താരാണ് സുജിത. സുജിത ഹായ് ആക്കിയേ. സുജിത നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കൂലേ കാണുന്നത്. നാളെ സുജിത ഉണ്ട് നമ്മുടെ ഈ ടൈമില്. പിന്നെ ഈ മാധവിനെ നിങ്ങൾക്ക് അറിയാലോ, കുളിച്ചിട്ട് ഇല്ലത്തമ്മ വന്നത് അജിത. അപ്പോൾ ഇപ്പൊ അച്ചാർ ഇടുന്നുണ്ട് തോന്നുന്നു. ഇത് കാമകൻ ശാരിക വന്നപ്പോ തുന്നാൻ തുടങ്ങിയതാണ്. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാം. രേഷ്മ അപ്പുറം മേക്കപ്പിലാണ്. ഇങ്ങനെ പൗഡർ ഇട്ടിട്ടിട്ടിട്ട് പൂസുന്നത് അല്ലെങ്കിൽ വെള്ളക്കൂര എന്തിനാ ഇങ്ങനെ പൗഡർ ഇട്ടത് അറിയില്ല. അപ്പുറം ഉണ്ട് കഴിച്ചു. ഇങ്ങോട്ട് വന്നിട്ട് കാണിച്ചു തരാം. നോക്കട്ടെ. ഞങ്ങൾക്ക് അജിതന്റെ വീട്ടിൽ നിന്ന് വിടല. ഇതാ രേഷ്മ കുട്ടി വന്നതൊക്കെ അവളെ ഡ്രസ്സ് ഇട്ട് അടിപൊളിയത്. അവളൊരു 1.5 സുജി വന്ന് അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇടുന്ന് വിടലായി വിട്ടിട്ട് ഇപ്പൊ നേരെ നമ്മൾ മാങ്കാലേക്ക് പോകുന്നത്. അവിടെ നമ്മുടെ ബസ് വെച്ചാൽ ഞാൻ ഫോട്ടോ കളിക്കാം. ഞങ്ങൾ പോകുന്നുണ്ട്. വണ്ടി റിക്ഷ കിട്ടിയിട്ടില്ല. റിക്ഷയിൽ വെയിറ്റിംഗ് ആണ്. എല്ലാരും ഇല്ലാതെ ശ്രീകാന്തതായ റോഡ് കണ്ടോ ഗൈസ്. ബസ് വന്നു. ബസ്സിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. നമ്മൾ കയറിയിട്ട് ലാസ്റ്റ് സീറ്റിലാണ് ഇരുന്നത്. അപ്പാണ് ഈ ഫോട്ടോ എടുത്തത്. ഇപ്പൊ നമ്മളെ യാത്ര സ്റ്റാർട്ടായി. ഗൈസ് ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ തട്ടുപീടിയിൽ വന്നിട്ടുണ്ട്. ഞാനൊരു കടം കുടിക്കുന്നുണ്ട്. ഭയങ്കര തലവേദന ബസ് പൽക്കുന്നു. ബാക്കി എല്ലാവരും കാണിച്ചു തരാം. സുജിയുടെ ഇരിക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. രേഷ്മ മുക്കുട്ടിയുടെ ഉണ്ട്. ഷാറൂഖ് പിന്നെ ഫുൾ ടൈം ഫോണിൽ തന്നെ. ബാക്കി എല്ലാവരും ഇതാ ആടെ ഒരു ഗ്യാങ് ഉണ്ട്. ബാക്കി എല്ലാവരും അതിൻ്റെ ഉള്ളിലുണ്ട്. രാവിലെ റൂം എടുത്തിരുന്നു. ആ റൂമിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ് ഫ്രഷ് ആയിട്ട്. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് മസാല ദോശയും വട ആണ് ഞാൻ വാങ്ങിച്ചത്. കാപ്പിയും ബാക്കിയുള്ളവർ നെയ് റോസ്റ്റും ചായയാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തി. റഷ് കണ്ടോ ഗൈസ്, ഇത്രയും ആൾക്കാരുണ്ട്. 15,000 മുകളിൽ ആളുണ്ടായി. തൃശ്ശൂർ പൂരെല്ലാം അറിയില്ല, അതിനേക്കാളും ആളുണ്ട്. നിങ്ങൾക്ക് കാണല്ലോ എത്ര ആൾക്കാരുണ്ട്. ക്ഷീണം പിടിച്ചു പോയി. അവിടെ നെക്സസ് 2025 ബോർഡിന്റെ അടുത്ത് നിന്ന് നമ്മൾ ഫോട്ടോ എടുത്തു. ഇതിന്റെ ഉള്ളിൽ ഓഡിറ്റോറിയത്തിന്റെ എൻട്രി ചെയ്യണമെങ്കിൽ ഈ പാസ് വേണം. എൻട്രി പാസിന്റെ ഉള്ളിലേക്ക് ഓഡിറ്റോറിയം കണ്ടോ ഫുള്ളാണ് ആൾ. ഫുള്ള് ഓഡിറ്റോറിയത്തിൽ റഷ് കണ്ടല്ലോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിക്കണം തോന്നി. അങ്ങനെ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോയത് ഹോട്ടലിലേക്ക്. അങ്ങനെ നമ്മൾ കുൽഫി കഴിച്ചു. മാഡംസ്മാരും ഉണ്ടായി. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് കുൽഫി കഴിച്ചത്. ടയർഡായി പോയി. അങ്ങനെ കുറച്ച് തണുപ്പ് കഴിക്കാം. കഴിക്കട്ടെ.